ഹലോ. സോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എടുക്കണത് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ലൈക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ട്രെയിൻ ജേണി, ഒരു സോളോ ആയിട്ടുള്ള ഒരു ട്രെയിൻ ജേണി എക്സ്പീരിയൻസ് ഞാനിങ്ങനെ എടുത്ത് വെക്കണതാണ്, ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണതാണ്. ഫ്യൂച്ചറിൽ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എനിക്കിത് ഭയങ്കര അഡ്വഞ്ചറസ് ഞാൻ തന്നെയാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയ ഒരു ട്രെയിൻ ജേണിയാണ് അത്. അതുകൊണ്ട് എനിക്കത് എവിടെയെങ്കിലും ഇങ്ങനെ, ഞാൻ ആദ്യം വിചാരിച്ച് ഞാനിങ്ങനെ ഡയറിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ എഴുതി വെക്കാമെന്ന്. പക്ഷെ അത് എഴുതിയിട്ട് അങ്ങോട്ട് തീരണില്ല. എനിക്കിങ്ങനെ നമുക്ക് സംസാരിക്കണ പോലെ അല്ലല്ലോ നമ്മൾ എഴുതാം, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടൂലല്ലോ നമ്മൾ എഴുതുമ്പോഴേക്കും. അങ്ങനെ ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച്. സോളോ ട്രെയിൻ ജേണി ഫ്രം ചെന്നൈ ടു ട്രിവാൻഡ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് 28 ഡിസംബറിലാണ് കേട്ടോ. അങ്ങനെ അത് ഞാൻ എഴുതി തുടങ്ങി. പക്ഷെ എഴുതിയിട്ട് അതൊന്നും കംപ്ലീറ്റ് ആവണില്ല. ഒരു കാല് പോലും ആയിട്ടില്ല. ഒരു ചെറിയൊരു ഇൻസിഡൻ്റാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് എഴുതാൻ വയ്യ, ഞാൻ എന്തായാലും ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലിട്ട് വെച്ചേക്കാം. അപ്പോൾ ഫ്യൂച്ചറിൽ എനിക്ക് എടുത്ത് വെച്ച് കാണാമല്ലോ എന്ന് വിചാരിച്ച്. സോ ആ ഒരു കുഞ്ഞു കഥ, അപ്പോൾ ആ കുട്ടി കഥയാണ് ഞാനിന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ പോണത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം നടക്കുന്നത് 28 ഡിസംബർ 2024 ഈ സംഭവം നടക്കുന്നത്. ഞാൻ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു കോളേജിൽ നിന്ന്. അപ്പം ചെന്നൈ ടു ഷൊർണൂർ വേറെ ട്രെയിൻ എല്ലാവരും പോലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് കുറച്ച് ഞാൻ പിന്നെ ഷൊർണൂർ ഇറങ്ങിയിട്ട് പിന്നെയും ട്രിവാൻഡ്രത്തോട്ട് വേറെ ട്രെയിൻ കയറണം. അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ ഒരു ട്രെയിൻ യാത്ര. അപ്പം ഞാൻ ആ ടിക്കറ്റ് ക്യാൻസലാക്കിയിട്ട് ഒറ്റയ്ക്ക് ചെന്നൈ ടു നേരെ ട്രിവാൻഡ്രത്തോട്ട് വരാൻ പ്ലാൻ ചെയ്ത്. അപ്പം എനിക്ക് ചെറിയൊരു അത്രയും ടയേർഡായിരുന്നു. ലഗേജ് വന്നിട്ടൊരു 8 ലഗേജ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കുട്ടികളെണ്ണ പോലെ എണ്ണിയാണ് ലഗേജ് ഇങ്ങനെ കയറ്റാറുള്ളത്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, ഒരു 8 ലഗേജ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പിടിക്കാനായിട്ട്. അതും ഭയങ്കര വെയിറ്റ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് തിരിച്ചുള്ള ജേണി ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര കാല് ഇങ്ങനെ കുത്തി വേദന, ഇങ്ങനെ ഫ്രോസ് ബൈറ്റ് എന്ന് പറയും, അങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്. കാലും കൈയൊക്കെ ഈ തണുപ്പത്ത് പോയിട്ടേ കാലും കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴേക്കും. അപ്പം എല്ലാം കൊണ്ടും ഒരു 15 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പം എല്ലാം കൊണ്ടും നമ്മൾ തളരൂലേ, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ എന്തോ ഒരു ധൈര്യത്തിൽ ടിക്കറ്റൊക്കെ ക്യാൻസലാക്കി. എന്നിട്ട് ചെന്നൈ ടു ട്രിവാൻഡ്രം ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ടിക്കറ്റ് ഇല്ലായിരുന്നു, ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ജനറലിൽ പോവേണ്ടി വരും. അങ്ങനെ മറ്റത് ക്യാൻസലായി, ഇത് ജനറലിൽ പോവുകയും വേണം. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്സായിട്ടുണ്ടായിരുന്നു. അതും ഒറ്റയ്ക്ക് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് സ്ട്രെസ് അടിച്ചായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ വരട്ടെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം പറഞ്ഞാൽ നിനക്ക് ട്രെയിൻ കയറാൻ അറിയാമല്ലോ, ഇവിടെ നിന്ന് കയറണ പോലെയല്ലേ, കയറി വാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ധൈര്യത്തിൽ വാ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ്, ഓക്കെ വരാം, വേറെ സീനില്ല. പക്ഷെ എനിക്ക് ഫിസിക്കലി ഭയങ്കര വീക്കായിരുന്നു ഞാൻ. ഇത്രയും സാധനങ്ങളുണ്ട്, വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ഞാൻ എന്തോ ധൈര്യത്തിൽ ജനറലിൽ കയറി വരാം എന്നൊക്കെ വിചാരിച്ച് എല്ലാം സെറ്റാക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഡൽഹി ടു ചെന്നൈ പറഞ്ഞ ട്രെയിന് ഒരു 6:30 ആയപ്പോഴേക്കും നമ്മുടെ ചെന്നൈ MGR റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനൊരു നഗ്നസത്യം മനസ്സിലാക്കിയത്. അവിടെ നിന്നല്ല എൻ്റെ ട്രെയിന് കയറണമെങ്കിൽ വേറെ സ്റ്റേഷൻ, ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അവിടെ നിന്നാണ് എൻ്റെ ട്രെയിനുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കറിഞ്ഞൂടാ, അവിടെ ഇറങ്ങിയത് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ വ്ളോഗ് എടുക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല. അപ്പം ഞാൻ അതൊന്നും വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊന്നും ഇല്ല. അത്രയും ഒരു ഗതികെട്ട അവസ്ഥയിൽ ഇറങ്ങി, ഇത്രയും ലഗേജൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു തുള്ളി പൈസ ഇല്ല. എനിക്ക് തോന്നുന്നൊരു 100 റുപ്പീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഗൂഗിൾ പേയിലുണ്ടായിരുന്നു തോന്നുന്നു. ഗൂഗിൾ പേയിൽ ഒരു 200-300 ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഓട്ടോ കയറണം മറ്റേത്, അപ്പം കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ അതെന്തായാലും വേണമെന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ച് ലിക്വിഡ് ആക്കണ്ടേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒരു കിളി പറന്ന പോലെ നിന്ന്. എന്നിട്ട് അവസാനം എൻ്റെ മാം ഉണ്ടായിരുന്നു,
അപ്പം മാമിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ മാം എനിക്ക് 500 റുപ്പീസ് കയ്യിൽ തന്നു. അങ്ങനെ 500 റുപ്പീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ഓക്കെ അതും പിടിച്ച് എല്ലാവരും നേരെ അവരെല്ലാവരും ഒരുമിച്ച് എന്താണ് ഷൊർണൂർ, അവർ വേറെ ട്രെയിൻ, അവർ അങ്ങ് പോയി. ഞാൻ ഇത്രയും ലഗേജ് എടുത്തിട്ട് ഭയങ്കര ധൈര്യശാലി, പുറത്ത് കണ്ട അങ്ങ് മറ്റേ ജാൻസി റാണി പോലെയാണ് എൻ്റെ നടപ്പ്. സീനൊന്നുമില്ല, എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പോക്ക് കണ്ട് അങ്ങനെ തോന്നും. എന്നിട്ട് വലിയ ധൈര്യം കാണിച്ചിട്ട് പുറത്തിറങ്ങി, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. എൻ്റെ ലഗേജൊക്കെ പിടിച്ചിട്ട് ഓട്ടോക്കാരന്മാർ, മീൻസ് എൻ്റെ കയ്യിൽ ട്രോളി, മറ്റേ ഒരു ചെണ്ട പോലത്തെ ബാഗ് എല്ലാം ഉണ്ട്, അതെല്ലാം പിടിച്ചിട്ട് എന്താണ് ഓട്ടോക്കാർ പിടിച്ചെടുത്തുകൊണ്ട് പോകണം അവർ ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ ഓട്ടോയിൽ കൊണ്ടങ്ങ് വെച്ചു. അപ്പം എനിക്ക് അവിടെ കുറച്ചൊരു 15 ദിവസം ബായ് എന്ന് പറഞ്ഞ് ബയ്യ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത് ഡൽഹിയിലൊക്കെ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് അവരെ ബയ്യ എന്നിട്ട് അവർ നിൽക്കണം, മൈൻഡ് ചെയ്യണമൊന്നുമില്ല, അവർ ഓട്ടോയിൽ കൊണ്ട് ബാഗ് വെച്ച്. എന്നിട്ട് ഞാൻ ആ ബാഗിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ പറഞ്ഞ് ബാക്കി അത് പോവാന്ന്. അപ്പം എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ, ചെന്നൈ എഗ്മോർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ച് എത്രയാവുമെന്ന് ചോദിച്ച്. അപ്പം അങ്ങനെ പറഞ്ഞു 180 റുപ്പീസ് എന്ന്. അപ്പോഴേക്കും എൻ്റെ കിളി പോയി. 180 റുപ്പീസാണ്, ഇവിടെ അടുത്ത് ഒരു 5 മിനിറ്റ് പോയാൽ മതി ചെന്നൈ എഗ്മോർ. അപ്പം ഞാൻ പറഞ്ഞില്ല, പറ്റില്ല, ഭയങ്കര ഡിമാൻഡ് അടിച്ച്. ഇല്ല അത്രയൊന്നും വരില്ല, കൂടിപ്പോയി ഒരു 50 രൂപയ്ക്ക് വരുള്ളൂ, ഇല്ല വരില്ല എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ജാടയിൽ ഇറങ്ങി. എന്നിട്ട് എൻ്റെ എല്ലാ ലഗേജും വലിച്ച് ഭയങ്കര എല്ലാം പുറത്തിറക്കി അങ്ങനെ നടന്നു. അപ്പോൾ ഇയാൾ പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഡിസ്കൗണ്ട് തരാം, എന്നാൽ 180 വേണ്ട 120 അങ്ങനെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എനിക്ക് ഓട്ടയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ജാടയിൽ പുറത്തിറങ്ങി. എന്നിട്ട് ഇറങ്ങി, എനിക്കറിഞ്ഞൂടാ അടുത്തെന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് ഞാൻ കുറച്ച് ടൈം ഉണ്ടായിരുന്നു കേട്ടോ, 6:30 അവിടെ എത്തിയെങ്കിൽ ഒരു 9:30 എൻ്റെ ട്രെയിൻ, മറ്റേ ട്രിവാൻഡ്രത്തോട്ട് പോകാനുള്ള ട്രെയിൻ. അങ്ങനെ ഞാൻ വലിയ ജാടയും കാണിച്ച് ഇറങ്ങി. ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും കുറേ ഒരു ഫാമിലി അല്ല, കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും ബസ് സ്റ്റോപ്പ്, ഇനി ബസ്സിൽ കയറാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എൻ്റെ ഇത്ര ലഗേജ് ഉണ്ട്, നടക്കാൻ ഒരു കാലെടുത്ത് വയ്ക്കാനുള്ള ഇതില്ല. എന്നിട്ട് ഞാൻ വലിയ ഇതിൽ വിചാരിച്ച് ആ ഓട്ടോക്കാരൻ എന്നെ ഇങ്ങനെ നോക്കണുണ്ട് കേട്ടോ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഭയങ്കര ധൈര്യത്തിൽ ഞാൻ ബസ് സ്റ്റോപ്പെന്നാണ് വിചാരിച്ചേട്ടാ. ഞാൻ ആ ഒരു ആൾക്കാർ നിൽക്കുന്നിടത്തോട്ട് നടന്നു. എന്നിട്ട് ബാഗൊക്കെ തറയിൽ വെച്ചിട്ട് ഇങ്ങനെ നിന്ന്. അപ്പോൾ ആ ഒരു ചേച്ചി എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ച്, ചേച്ചി ആ ഒരു ആൻറ്റി എന്നെ നോക്കി ചിരിച്ചു. അപ്പം ഞാൻ ചോദിച്ച് ഇത് ബസ് സ്റ്റോപ്പ് അല്ലേ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ബസ് സ്റ്റോപ്പല്ല, ഇവർ ഇത്രയും ഫാമിലിയാണ്, അവർ എവിടെയോ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്, ഇവർ ഇത്രയും ഫാമിലിയാണ്, ബസ് സ്റ്റോപ്പ് ഇവിടെ അല്ല, ബസ് സ്റ്റോപ്പ് കുറച്ച് നടക്കേണ്ടി വരുമെന്ന്. അത് കേട്ടതോടെ എൻ്റെ കിളി പോയി. അപ്പോഴേക്കും ആ ഓട്ടോക്കാരൻ വന്ന് എന്നിട്ട് പറഞ്ഞു ലാസ്റ്റ് 100 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലേലം വിളിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ടെന്തോ. ഞാൻ പറഞ്ഞില്ല 100 ഒന്നും ആവൂല, കൂടിപ്പോയൊരു 50 റുപ്പീസ് അത്രയൊക്കെ അല്ലേ ആവുള്ളൂ, ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ തർക്കിക്കണം കണ്ടിട്ട് എനിക്ക് തമിഴ് പിന്നെ തീരെ അറിഞ്ഞു കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, മലയാളത്തിൽ തമിഴ് തന്നെ എന്തോ ഞാൻ പറഞ്ഞ ഭാഷ, ഏതൊക്കെയോ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴേക്കും ഈ ഫാമിലി ഞാനിങ്ങനെ തർക്കിക്കണോണ്ട് ഇവരെൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്ത് പറ്റി എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ കുറച്ച് ഇതുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇത്രയും പൈസ. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ അത്രയൊന്നും ആവില്ല, 60 റുപ്പീസാണ് ചാർജ് ചെയ്യണത്, ഇവരിങ്ങനെ ചുമ്മാ അറിഞ്ഞൂടാത്തത് കൊണ്ട് ഇങ്ങനെ കൂട്ടി പറയണതാണ്, അങ്ങനെയൊന്നും പോകണ്ട, ഊബർ വിളിച്ചാൽ മതി എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. നല്ല ആൾ. എനിക്കാണെങ്കിൽ ഊബർ വിളിക്കാനുള്ള ബാക്കി സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ അത് കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് നിന്ന്. എന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഇതാ മെട്രോ ഉണ്ട്, മെട്രോയിൽ കയറി പൊയ്ക്കുമെന്ന്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് മെട്രോയിൽ പോയിട്ടുണ്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, പക്ഷേ ഒറ്റയ്ക്ക് മെട്രോ കയറാനും എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. എന്നിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞ അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ നിന്ന്. പറഞ്ഞു ഊബർ വിളിച്ചോന്ന് അവരിങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞു. അവർ ഊബർ വിളിച്ചേക്കെയാണ്, അതേപോലെ എൻ്റെ അടുത്ത് വിളിക്കാൻ. അപ്പം എനിക്കറിഞ്ഞൂടല്ലോ. എന്നിട്ട് ഞാൻ ഇല്ല എനിക്കറിഞ്ഞൂടാ, ബസ് സ്റ്റോപ്പ് എവിടെയെന്നൊക്കെ ഇങ്ങനെ പാവമായിരുന്നു കേട്ടോ ഞാനൊന്ന്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർക്കൊരു മോനുണ്ടായിരുന്നു. അപ്പോൾ ആ മോൻ പറഞ്ഞ് അല്ല ആ അമ്മ മോൻ്റെ അടുത്ത് പറഞ്ഞ് ഇവർക്കും കൂടെ ഒരു ഊബർ വിളിച്ചു കൊടുക്കേ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് 50 റുപ്പീസ് ആവും, അല്ല 60 റുപ്പീസ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരെ വണ്ടി വന്നപ്പോഴേക്കും അവർ പറഞ്ഞ് എൻ്റെ ഊബർ ഇപ്പോൾ വരും ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എനിക്കറിഞ്ഞൂടാ ഊബർ വന്നു കഴിഞ്ഞാൽ എന്താണ് മീൻസ് അവർക്ക് ഊബറുകാരൻ എന്നെ അങ്ങനെ മനസ്സിലാവും, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നു. എനിക്കെങ്ങനെ ആ ഊബറുകാരനെ എനിക്കെങ്ങനെ മനസ്സിലാവും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ അന്തം വിട്ടിരുന്നേ. അപ്പം എന്നെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി ഞാൻ മറ്റേ കിളിവാറി ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പം അതിലൊരു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഫാമിലി കേട്ടോ. അപ്പൂപ്പൻ, അമ്മൂമ്മ, ഈ മോളും മോന് കൊച്ചുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ അപ്പൂപ്പനും അമ്മൂമ്മയും പാവം തോന്നിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, നമ്മൾ പോണ റൂട്ടിന് തന്നെ ചെന്നൈ എഗ്മോർ അവിടെ ഇറക്കി വിടാമെന്ന്. അപ്പോൾ ഞാൻ അന്തം വിട്ടു. ഇത്രയും ഫാമിലിയും ആ ഒരു വണ്ടി, കൊച്ചു വണ്ടിയാണ് കേട്ടോ അവർ വിളിച്ചേക്കണത്, ഒരു ഒമ്നി വാൻ പോലത്തെ ഒരു കാറ്. എന്നിട്ട് ഞാൻ എന്ത് വിശ്വാസത്തിൽ കയറും. എന്നിട്ട് ഞാനിങ്ങനെ എന്നിട്ട് പറഞ്ഞ് കൊച്ചുമക്കളൊക്കെ എനിക്കുള്ളത് തന്നെ, കുറേ പെൺകൊച്ചുങ്ങൾ, ചെറിയ പിള്ളേർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ എന്തോ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങ് കയറി, ആ വാനിലോട്ട് കയറി. എന്നിട്ട് വാനിലിരിക്കാൻ സ്ഥലമില്ല, അതാണ് അടുത്ത കോമഡി. അവരാണെങ്കിൽ എനിക്ക് എന്നിട്ട് ഡ്രൈവറിൻ്റെ അടുത്തുള്ള ഫ്രണ്ട് സീറ്റൊക്കെ തന്നിട്ട് എന്നെ വിളിച്ച ആൻറ്റി ഉണ്ടല്ലോ, ആ ആൻറ്റി ഡിക്കിക്കകത്ത് പോയിരിക്കണം. മീൻസ് അത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. എനിക്കങ്ങനെ ഫ്രണ്ട് സീറ്റൊക്കെ തന്നു, ബാക്കിൽ ആരും ഇരിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ കയറി ഇങ്ങനെ പേടിച്ചിട്ട് അന്തം വിട്ടിരുന്നു. എന്നിട്ട് എൻ്റെ ലഗേജൊക്കെ അവർ എടുത്തുകൊണ്ട് പോയിട്ടോ, അവർ വണ്ടി വെച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഗസ്റ്റിൻ്റെ ഒരു ഇത് തരുമല്ലോ നമുക്ക്. എന്നിട്ട് അവരാണെങ്കിൽ ചെന്നൈ എഗ്മോർ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കറിഞ്ഞൂടാ, ഞാനിങ്ങനെ മാപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ചെന്നൈ എഗ്മോർ എത്താറായോ എന്നൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്ക് ഈ ബാക്കിൽ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും അവരെല്ലാവരും എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് അവർ പറഞ്ഞ് പേടിക്കുകയൊന്നും വേണ്ട, കൃത്യമായിട്ട് അവർ ഇറക്കിത്തരാം, അവർ പോണ റൂട്ടിൽ തന്നെയാണ്, അവിടെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ എവിടെയാണ് എൻ്റെ വീട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ കേരള ട്രിവാൻഡ്രം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അതിൻ്റെ അകത്തിരിക്കുന്ന ഒരാൾ ചോദിച്ച്, അയാളും വർക്ക് ചെയ്യണത് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലാണെന്നേ. പക്ഷേ അയാൾ, എനിക്ക് തോന്നുന്നത് തമിഴും മലയാളവും കൂടെ മിക്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് മീൻസ് തമിഴ് ആളാണ്, വർക്ക് ചെയ്യണത് ടെക്നോ പാർക്കിൽ. അപ്പോൾ അങ്ങേർക്ക് മലയാളം അറിയാം. അപ്പോൾ എനിക്ക് മറ്റേ ട്രിവാൻഡ്രം ആളെ കാണുമ്പോൾ നമുക്കൊരു ഫീൽ വരുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ. എന്നിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അയാൾ അവിടെ എവിടെയാണ് താമസിക്കണത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സമാധാനമായി, ഓക്കെ കുഴപ്പമില്ല എന്നുള്ളത് ഫീലായി. എന്നിട്ട് അങ്ങനെ പറഞ്ഞതാ ഇപ്പം എത്തും, പിന്നെ എനിക്ക് മലയാളത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എന്നിട്ട് ഇപ്പം എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് എത്തി. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലാണ് എത്തിയത്. എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നിട്ട് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടിയുടെ ബാക്കിലോട്ട് പോയേട്ടാ. നോക്കിയപ്പോൾ എന്നെ വലിച്ചു കയറ്റിയ ആൻറ്റി ഉണ്ടല്ലോ ഡിക്കിക്കകത്തിരിക്കണ്. എനിക്കത് കണ്ടപ്പോൾ മീൻസ് എനിക്ക് മറ്റേ VIP ട്രീറ്റ്മെൻറ്റ് തന്ന ഒരു കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുത്തി. എന്നിട്ട് അവരെൻ്റെ ലഗേജിൻ്റെ കൂടെ ഡിക്കിക്കകത്തിരിക്കണം. അത് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. അയ്യോ മീൻസ് അത്രയും നമ്മളങ്ങനെ കെയർ ചെയ്ത് ഇവിടം വരെ എത്തിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് എനിക്കൊരു മാതിരി വിഷമവും വന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ ചിരിയും പറഞ്ഞുണ്ട് ആ ഒരു സീന്. അപ്പം ഞാൻ ചിരിച്ചൊന്നുമില്ല, അപ്പം ഞാനിങ്ങനെ അന്തം വിട്ട് നിന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് ആ ട്രിവാൻഡ്രം എല്ലായിടത്തും ഞാൻ ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പൈസ മീൻസ് എൻ്റെ ഊബറിന് കൊടുക്കാനുള്ള പൈസ ഇങ്ങനെ തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നുമല്ല, എന്താണ് അവരിങ്ങനെ പെട്ടുപോയ എന്താണ് മീൻസ് അവരിങ്ങനെ പറഞ്ഞ് അങ്ങനെയൊന്നും വേണ്ട, മീൻസ് എന്നൊരു മോളെ പോലെയാണ് കണ്ടിരിക്കണത്, അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര നല്ലൊരു ഫാമിലി. എന്നിട്ട് ഇയാൾ പറഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലാണ് കേട്ടോ. എന്നിട്ട് അങ്ങേര് പറഞ്ഞത് നേരെ പോയാൽ മതി, അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ റെയിൽവേ പാളം കാണും, അത് ക്രോസ് ചെയ്താൽ പ്ലാറ്റ്ഫോമിലെത്തും എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കത് കണ്ടിട്ട് ഞാൻ കാണുന്നതൊരു ടോയ്ലറ്റ് മാത്രമാണ്. അതിൻ്റെ ബാക്കിലോട്ട് റെയിൽവേ സ്റ്റേഷൻ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു ടോയ്ലറ്റ്, ലേഡീസ് ടോയ്ലറ്റാണ് ഞാൻ കാണുന്നത് നേരെ മുമ്പിൽ. അപ്പം എന്നിട്ട് എനിക്ക് ഡൗട്ടായിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങോട്ടാണോന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഞാൻ നേരെ നടന്നാൽ മതിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇത്രയും ലഗേജും തൂക്കി അതുവരെ ഞാൻ ആ ട്രോളി ഇങ്ങനെ തറയിൽ വെച്ച് എനിക്ക് ഉരുട്ടാൻ ഒരു മടിയായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ട്രോളി മീൻസ് മണ്ണിൽ ചെളിയിലൊന്നും ആവണ ഇഷ്ടമല്ല. ഇങ്ങനെ ഫുട്പാത്ത് വരുമ്പോൾ ഉരുട്ടും, അല്ലെങ്കിൽ ഞാൻ തൂക്കിയെടുത്തോണ്ട് നടക്കും. ഈ വെള്ളത്തിലൊന്നും ആക്കണം എനിക്കിഷ്ടമല്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ ചെളിയും മണ്ണും, എനിക്ക് പൊക്കാനോ ഇരിക്കാൻ എനിക്കൊന്നിനും വയ്യ. എന്നിട്ട് ഞാൻ മാക്സിമം ട്രോളിൻ്റെയും കൂടെ പൊക്കണുണ്ട്, വലിച്ചുരുട്ടാൻ വയ്യാത്തതുകൊണ്ട്, തറയിൽ വെക്കാൻ വയ്യാത്തതുകൊണ്ട്. എന്നിട്ട് അവസാനം ഞാൻ തറയിൽ വെച്ച്. എന്നിട്ട് ഞാൻ ലേഡീസ് ടോയ്ലറ്റിലാണ് നടക്കുന്നത് കേട്ടോ. എനിക്ക് മനസ്സിലാവണില്ല അയാൾ പറഞ്ഞ വഴി ഏതെന്ന്. ഞാൻ നടന്നങ്ങ് അടുത്തെത്തിയപ്പം അതിൻ്റെ ഇടയിലൊരു ഇടവഴി, അങ്ങനെ ഇടവഴി കൂടെ ഞാൻ നോക്കിയപ്പം കുറേ റെയിൽവേ പാളം കാണാം. അപ്പോൾ ഒരു ആശ്വാസമായി. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ ബൈ എന്നൊക്കെ പറഞ്ഞ് പോയി. അങ്ങനെ എനിക്ക് എന്തോ ദൈവം അവിടെ കൊണ്ടങ്ങ് എത്തിച്ച് കറക്റ്റായിട്ട്. എന്നിട്ട് അവിടെ എത്തിയിട്ട് അത്രയും 4-5 റെയിൽവേ പാളങ്ങൾ ക്രോസ് ചെയ്തിട്ടേ നമുക്ക് മീൻസ് പാളത്തിൽ കൂടെ നടന്നിട്ടേ നമുക്ക് അപ്പുറത്ത് പ്ലാറ്റ്ഫോമിലെത്തുള്ളൂ. അതായിരുന്നു ഇനി അടുത്ത ഒരു ഇൻസിഡൻറ്റ്. അടുത്ത ഇൻസിഡൻ്റ് എന്നല്ലല്ലോ, അടുത്തൊരു കടമ്പ.
എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് പറ്റണില്ല, നടക്കാൻ പറ്റില്ല, കാല് ഫുള്ളിങ്ങനെ കുത്തി 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 വേദന എടുക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രോസ് ബൈറ്റ്, ഇങ്ങനെ കുത്തി 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 എന്തോ വേദന എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാറിഞ്ഞൂടാ. അങ്ങനത്തെ ഒരു വേദന. ഇത്രയും ലഗേജ് ഒന്നും പൊങ്ങാത്ത ലഗേജുകൾ. എന്നിട്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം. എന്നിട്ട് ഞാൻ വിചാരിച്ച് അവിടെ നിൽക്കണ ആരെങ്കിലും വിളിക്കാം, അവർ അല്ല അടുത്തെൻ്റെ പേടി എന്തായിരുന്നു നിന്നാൽ ഇതൊന്നും അല്ല, മീൻസ് ട്രെയിൻ വരണോ ഇല്ലേന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് പേടി, അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേടി. എന്നിട്ട് ഞാനിങ്ങനെ നിന്നിട്ട് ട്രെയിൻ വരണമെന്ന് നോക്കുമ്പോൾ ഒരു ഹോൺ അടിയും കേൾക്കുന്നുണ്ട് ട്രെയിനിൻ്റെ. അപ്പോൾ 4 റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്താലേ അവിടെ എത്തുള്ളൂ. എന്നിട്ട് ഞാനിങ്ങനെ പേടിച്ച് കുറേ നേരം അവിടെ നിന്ന്. എന്നിട്ട് ഞാൻ ആരെങ്കിലും വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചു, ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കണം. എന്നിട്ട് ഞാൻ അവിടെ ഇട്ട് കയ്യും കാലും ഇട്ടിട്ട് അണ്ണാ എന്നൊക്കെ വിളിച്ചിട്ട് ആരും മൈൻഡ് ചെയ്യണില്ല, ആരും കേൾക്കണില്ല എന്ന് തോന്നുന്നു. ഞാൻ അവിടെ കിടന്ന് പറ്റുക, എന്നിട്ട് ക്ലാപ്പൊക്കെ കുട്ടി നോക്കി, എന്നിട്ട് ആരും കേൾക്കണില്ല, അതോ മൈൻഡ് ചെയ്യണില്ല, ആരും മൈൻഡ് ചെയ്യണില്ല. എന്നിട്ട് നോക്കിയപ്പം എൻ്റെ ബാക്കിൽ നിന്ന് ഒരാളിങ്ങനെ, ആ TTR ആണെന്ന് തോന്നുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ വെള്ളയിട്ട് അയാൾ എൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് അയാൾ ക്രോസ് ചെയ്യണം. അപ്പം ഞാൻ അവിടെ കിടന്ന് പിന്നെ സാർ ഞാൻ ചുമ്മാ വിളിച്ചതാണ് കേട്ടോ, ആരും കേൾക്കൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ടയേർഡായിട്ട് സാർ എന്ന് 2 വിളി വിളിച്ച്. അപ്പോഴേക്കും അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പം ഞാൻ ചോദിച്ച് ഇങ്ങനെ സേഫാണോ, ട്രെയിൻ വരുമോ എന്നൊക്കെ. അപ്പം പറഞ്ഞ് ഈ സമയത്ത് ട്രെയിനൊന്നുമില്ല, സേഫാണ്, വന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങേര് എനിക്ക് വേണ്ടി നോക്കി നിൽക്കണം വരാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ഈ സാധനം പൊക്കാൻ പറ്റുന്നില്ല, ഈ ഇത്രയും ലഗേജ്. എന്നിട്ട് ഞാൻ വിചാരിച്ച് അങ്ങേര് ഹെൽപ്പ് ചെയ്യുമായിരിക്കുന്നു. നോക്കിയപ്പോൾ അയാൾ എനിക്ക് വേണ്ടി ബാന്ന് പറഞ്ഞ് നിൽക്കണം, പക്ഷേ എനിക്കിത് പൊങ്ങണില്ല. എന്നിട്ട് ഞാൻ സർവ്വശക്തിയും എടുത്ത് അതിനെ പൊക്കി. എനിക്കറിഞ്ഞൂടാ അതിനെ എന്താണ് പറയേണ്ടതെന്ന്, പാവം. എന്നിട്ട് ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയോ വെച്ച് തറയിൽ വയ്ക്കും എടുക്കും, അങ്ങനെ ലഗേജ് എല്ലാം കൂടെ എടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1-ലെത്തി. എന്നിട്ട് എല്ലാം കൊണ്ട് ഞാൻ ഇങ്ങനെ തറയിലിട്ടിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ച് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് മേലോട്ട് പോകാമെന്ന് ടിക്കറ്റ് എടുക്കാൻ. അപ്പം മറ്റേ TTR പറഞ്ഞു ബാ അയാൾക്ക് ഇപ്പം തന്നെ ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് ബാ എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് വയ്യ, ഒരു സ്ലോപ്പ് ഇങ്ങനെ പൊങ്ങിക്കയറണം. എന്നിട്ട് ഞാൻ അതിനെല്ലാം വലിച്ച് തൂക്കിയെടുത്ത് എന്നിട്ട് ടിക്കറ്റ് എടുക്കണേൻ്റെ എവിടെയാണെന്ന് ചോദിച്ച് എന്നിട്ട് ടിക്കറ്റ് പോയി എടുത്ത്. അപ്പം 245 അങ്ങനെ എന്തായിരുന്നു ടിക്കറ്റ്. അങ്ങനെ അതും എടുത്ത്. അപ്പോൾ കുറച്ചൊരു സമാധാനമായി. പിന്നെ എനിക്ക് ഏകദേശം ഞാനവിടെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എത്തി. എന്നിട്ട് ഇനി വേറെ പണിയൊന്നുമില്ലല്ലോ, കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ ലേഡീസ് വാഷിംഗ് ഏരിയ അല്ലല്ലോ, വെയിറ്റിംഗ് ഹോളോ അവിടെ പോയി. എന്നിട്ട് ലഗേജൊക്കെ ഒരു ചേച്ചിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയി ഒന്ന് ഫ്രഷായി, മീൻസ് മുഖമൊക്കെ കഴുകി വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് എല്ലാം പൊക്കി എടുത്തുകൊണ്ട് തിരിച്ച് പ്ലാറ്റ്ഫോം നമ്പർ 1-ലോ 2-ലോ ആയിരിക്കും ട്രെയിൻ വരണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ 1-ലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, 2-ലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ലിഫ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, നേരെ സ്റ്റെപ്പ് കയറണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു 1-ലായാൽ മതിയെന്ന്. എന്നിട്ട് ഞാൻ ഈ സംഭവങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും ഒരു ആൻറ്റി എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഒരു ക്രോഷറ്റ് വെച്ച് തുന്നിയ ഒരു ബാഗ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആ സംഭവം ഇങ്ങനെ കണ്ടിട്ട് ആൻറ്റി ചോദിച്ച് ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് ഇല്ല ഇത് ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് എന്നൊക്കെ. അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കമ്പനിയായി ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴേക്കും ആൻറ്റി പറഞ്ഞ് എന്താണ് മോള് എന്തോന്നും ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ, മോളിപ്പോൾ വേറെ പ്ലാറ്റ്ഫോമിൽ പോയിട്ടുണ്ട്, മോളും ഹസ്ബൻഡും എന്നൊക്കെ. അങ്ങനെ സംസാരിച്ച് കമ്പനിയായിട്ട് ആൻറ്റി എവിടെ പോണ് എന്താണ് എന്നൊക്കെ അങ്ങനെ ചോദിച്ച്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് ഒന്ന് സമാധാനമായി, ഒരാളെങ്കിലും ഇങ്ങനെ സംസാരിക്കണമുണ്ടല്ലോ. എന്നിട്ട് ആൻറ്റി ചോദിച്ചു, ഞാൻ പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ മറന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ വിശപ്പുണ്ട്, എൻ്റെ ബാഗിലൊരു 2 ഓറഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കഴിക്കാൻ പിന്നെ എനിക്ക് വാങ്ങാൻ ഒന്നിനും തോന്നണമില്ല, ഒന്നിനും വയ്യ അങ്ങനത്തെ. അതുപോലെ എനിക്ക് ചെന്നൈ ഫുഡ് എനിക്കത്ര ഇഷ്ടമില്ല. അപ്പോൾ ചുമ്മാ വേണ്ട, ഓരോന്ന് ട്രൈ ചെയ്യേണ്ടെന്നൊക്കെ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഒന്നും ട്രൈ ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്ന്. ഫുഡിൻ്റെ കാര്യം ഞാൻ പിന്നെ അങ്ങ് വിട്ട്. അപ്പോൾ ഈ ആൻറ്റി ചോദിച്ചു ഫുഡൊക്കെ കഴിച്ചതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കഴിച്ചിട്ടില്ല, ട്രെയിനിൽ കയറിയിട്ട് എന്താണെന്ന് വെച്ചാൽ വാങ്ങാം എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു അയ്യോ അവർ വാങ്ങിത്തരാം ഫുഡ്, ഇവിടെ ഇഡലി സാമ്പാർ ഭയങ്കര സ്പെഷ്യലാണ്, ഫുഡ് വാങ്ങിത്തരാമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഹസ്ബൻഡ് വരും, എന്നിട്ട് ഫുഡ് വാങ്ങിത്തരാം, എന്നിട്ട് ലഗേജൊക്കെ വണ്ടിയിൽ കയറ്റിത്തരാം, ഭയങ്കര സ്നേഹം. എന്നിട്ട് ഞാൻ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട. എന്നിട്ട് പറഞ്ഞ് എന്നാൽ വീട്ടിൽ വരണം, വീട്ടിൽ വരെ വിളിച്ചേട്ടാ, വീട്ടിൽ പറഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ട്
പോവാം, ഇവിടെ അടുത്ത് തന്നെയാണ് വീട് എന്നൊക്കെ. ഒരു പാവം ആൻറ്റി. എന്നിട്ട് സ്ഥലമൊക്കെ പറഞ്ഞു തന്ന് അടുത്ത് വരുമ്പം ഫാമിലിയായിട്ട് വരണം എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് ടൈം വരുമ്പം കാണാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴേക്കും ഒരു 9:30 ഒക്കെ ആയപ്പം എൻ്റെ ട്രെയിൻ വന്നു. അപ്പോൾ ഞാൻ അത്രയും നേരം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, അപ്പോൾ ലേഡീസിൽ കുറച്ച് സേഫ് ആയിരിക്കില്ലേ, ലേഡീസിൽ കയറാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങനെ ദൂരെ നിന്ന് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ലേഡീസ് ഇല്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന്. അതും ട്രെയിനിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ജനറലില്ല, ബാക്ക് സൈഡിൽ മാത്രം ജനറലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോഴാണ് അറിയണത് കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോഴേക്കും ഒരു ലോഡ് ആൾക്കാർ ജനറലിൽ കയറാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ അമ്മ ലോഡെന്ന് പറഞ്ഞാൽ ഒരു ലോഡ്. എന്നിട്ട് എനിക്കറിഞ്ഞില്ല എനിക്ക് ഇത്രയും ലഗേജ് ഉണ്ട്. ഞാൻ സാധാരണ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കഴിവാണ് കേട്ടോ ഈ തള്ളിക്കയറി ഇങ്ങനെ ഫസ്റ്റ് തന്നെ ട്രെയിനിൽ കയറാൻ എനിക്ക് കഴിവുണ്ട് കേട്ടോ. പണ്ട് ഇപ്പം ആ കഴിവ് ഞാൻ പുറത്തിറക്കാറില്ല. ഇപ്പോൾ കുറേ ആക്സിഡൻറ്റ്സ് മീൻസ് അങ്ങനത്തെ അപകടങ്ങളൊക്കെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് ട്രെയിനിൽ ഇങ്ങനെ തള്ളിക്കയറാൻ വേണ്ടിയിട്ട്. പണ്ട് ഞാനൊരു എക്സ്പേർട്ടായിരുന്നു, ഇപ്പം ഞാൻ എല്ലാവർക്കും മാറിക്കൊടുക്കും അങ്ങനെയാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു ജനക്കൂട്ടം ഫുള്ള്. എനിക്ക് തോന്നുന്നു അതിലാരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെന്ന്, എല്ലാവരും ജനറലാണെന്നേ, അത്രയും ആൾക്കാർ. എന്നിട്ട് ഞാനിങ്ങനെ മാറിക്കൊടുത്ത് കയറണവർ ട്രെയിൻ ഇങ്ങനെ നിൽക്കാറായി. ഞാൻ വിചാരിച്ച ആ വരണവർ കയറിക്കോട്ട്, സീറ്റില്ലേലും കുഴപ്പമില്ല, തറയിലിരുന്നാലും കുഴപ്പമില്ല, തള്ളിക്കയറാൻ എനിക്ക് വയ്യ. ഇത്രയും ലഗേജ് എടുത്ത് ഞാൻ എങ്ങനെ തള്ളും? ഞാൻ എന്നിട്ട് ട്രോളി മാത്രം കയ്യിൽ കേട്ടോ, ബാക്കിയെല്ലാം തലതിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കഴുത്തിൽ ഇട്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിന്ന്. ട്രെയിൻ നിർത്തിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാവരും കൂടെ ബാക്കിൽ നിന്ന് ഇടിച്ച്, മറ്റേ ഈ കല്യാണത്തിന് സദ്യ കഴിക്കാൻ കയറൂലേ, ഇടിച്ച് കൊണ്ടുപോയി ട്രെയിനിൻ്റെ വാതിലിൻ്റെ അവിടെ എത്തിയേട്ടാ. ഒരു ജസ്റ്റും കൂടെ ആയിരുന്നെങ്കിൽ ട്രെയിനിൻ്റെ ഇടയിൽ കിടന്നേനെ. അത്രയ്ക്ക് ഇടിച്ച്. എനിക്കാണെങ്കിൽ ഇത്ര ലഗേജ് ഉള്ളതുകൊണ്ടേ, ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ കയറിപ്പോയി, ഇടിയിലങ്ങ് കയറിപ്പോവും. ഇത്ര ലഗേജ് ഉള്ളതുകൊണ്ട് ഞാൻ തടഞ്ഞു നിൽക്കണം അവിടെ. എന്നിട്ട് ഞാനാണെങ്കിൽ മലയാളത്തിൽ, അവിടെ എല്ലാം തമിഴ് ആൾക്കാരല്ലേ, ഞാൻ മലയാളത്തിൽ നിൽക്കുന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങ് ബഹളം വെച്ച്. എന്താണ് ഇപ്പോൾ തള്ളിയിടുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചൂടായി കേട്ടാ. ചൂടായതല്ല, അപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് നിൽക്ക് എവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒന്ന് റേസായി. ഞാനൊന്ന് റേസായപ്പോഴേക്കും എല്ലാവരും ഒന്ന് പേടിച്ച് ബാക്കിലോട്ടായി നിന്ന്. എന്നിട്ടൊരു പോലീസ് മാമന അല്ല പോലീസ് ഒരു ചേട്ടൻ വന്ന്. എന്നിട്ട് ആ സാറ് ചോദിച്ച് അതാണ് നിൽക്ക്, ഇതെവിടെ പോകണം, ട്രെയിൻ നിർത്തുമല്ലോ, ഇത് നിർത്തിയില്ല, ഇങ്ങനെ സ്ലോ ആയിട്ട് നിർത്തൂല, അപ്പോഴാണ് ഈ ഇടി, നിർത്തുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും വഴക്ക് കൊടുത്ത്. അങ്ങനെ ഇവരാണെങ്കിൽ പേടിച്ചു ഞാൻ കിടന്ന് ബഹളം വെച്ചപ്പോൾ. എന്നിട്ട് ഇവരെന്നെ ആദ്യം കയറ്റി, മീൻസ് ആദ്യമല്ല അത്യാവശ്യം 2-3 പേര് കയറിയിട്ട് ഞാനങ്ങ് കയറി. എന്നിട്ട് കയറിയിട്ട് എനിക്കറിഞ്ഞൂടാ, ഞാൻ ട്രെയിൻ കണക്റ്റഡാണ്, അപ്പോൾ എനിക്കറിഞ്ഞൂടാ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ ജനറൽ ഏതെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഇരിക്കണില്ല കേട്ടോ, ഞാനിങ്ങനെ ചോദിക്കുകയാണ് ജനറൽ അവിടെയാണ് ഇവിടെയാണ്, ആരും മൈൻഡ് ചെയ്യണില്ല, ഞാൻ കയറിയെന്നേ ഉള്ളൂ, എല്ലാവരും കൂടെ എന്നെ ഇടിച്ചെടുത്തോണ്ട് പോകണം. ഞാൻ ജനറൽ ഏതാണെന്നൊക്കെ അന്തം വിട്ടിരുന്നു. അപ്പോൾ ഒരു ചേച്ചീനെ കണ്ട്. അപ്പോൾ ഞാൻ ചേച്ചി എടുത്ത് വെച്ച് ചേച്ചി ജനറൽ, അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതൊക്കെ ജനറൽ എന്നെ ഇരുന്നു അങ്ങനെ ഞാൻ ഓടിപ്പോയി ലഗേജൊക്കെ താഴെ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് സീറ്റ് കിട്ടി. അല്ല ഇരുന്നില്ല, ഇരിക്കണതിന് മുമ്പ് അടുത്ത സീന് ഒരു കള്ളൊക്കെ കുടിച്ചു വന്ന ആളും കുറേ ചേട്ടന്മാരും തമ്മിൽ അടി, സീറ്റിനടി, വിൻഡോ സീറ്റിനടി. എന്തൊക്കെയോ ചീത്തയാണെന്നാണ് അവർ വിളിക്കണത്, എനിക്കൊന്നും മനസ്സിലായില്ല. ഭയങ്കര അടിയും ബഹളവും, അടി അങ്ങനത്തെ അടി. എന്നിട്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ടിരുന്നത്. അപ്പം ഞാനൊരു ചേച്ചിയെ കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ചേച്ചി തള്ളിക്കയറി വിൻഡോ സീറ്റ് ഇരുന്ന്. എന്നിട്ട് അവരെന്തൊക്കെയോ തമിഴിൽ എന്തൊക്കെയോ പറയണം. എനിക്ക് ഈ തമിഴ് സ്ലാങ് കേൾക്കുമ്പം ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയണ പോലെയാണ് ഫീൽ ചെയ്യണത്. അവർ വഴക്കല്ലായിരിക്കും പറയണത്, നോർമലായിരിക്കും, പക്ഷെ എനിക്ക് ആ സ്ലാങ് വഴക്ക് പറയണ പോലെ, എന്ത് പറഞ്ഞാലും വഴക്ക് പറയണ പോലെയാണ് എനിക്ക് തോന്നണത്. എന്നിട്ട് ഈ ചേച്ചി എന്തൊക്കെയോ പറയണം. എന്നിട്ട് ഈ കള്ളുകൂടിയനാണെങ്കിൽ നേരെ മേലെ കിടക്കൂലേ, അവിടെ ബാഗ് വെക്കണതിൻ്റെ അവിടെ, ലഗേജ് വെക്കണതിൻ്റെ അവിടെ പോയി കിടന്നു. എന്നിട്ട് ഈ ചേട്ടന്മാരെന്തൊക്കെയോ പറഞ്ഞിട്ട് അവരിറങ്ങി അങ്ങ് പോയി ദേഷ്യം വന്നിട്ട്. എന്നിട്ട് എനിക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ ഒരു അച്ഛനുണ്ടായിരുന്നു, അല്ല ഒരു അച്ഛനല്ല, ചേച്ചിയുടെ അച്ഛനുണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ, അപ്പം എൻ്റെ അടുത്തൊരു അപ്പൂപ്പനായിരുന്നു. എന്നിട്ട് പിന്നെ ബാക്കി കുറേ എല്ലാ സീറ്റും ഫില്ലായി. അപ്പം എൻ്റെ അടുത്തിരുന്ന അപ്പൂപ്പൻ ഇങ്ങനെ ചോദിച്ച് എവിടെയാണ് ഈ ലഗേജൊക്കെ എടുത്ത് മേലെ വെച്ചോ, ഇനിയിപ്പോൾ താഴെ കുറേ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും, ലഗേജ് എടുത്ത് മുകളിൽ. ലഗേജ് ഇങ്ങനെ എടുക്കാൻ പോയിട്ട് എനിക്ക് പൊക്കാനൊന്നും എനിക്ക് പറ്റൂല. അപ്പം ഞാൻ അന്തം വിട്ടിരുന്നു. ഞാൻ പറഞ്ഞ ആ ലഗേജ് വെക്കാമെന്ന്. എന്നിട്ട് എനിക്ക് വെക്കാൻ പറ്റില്ലല്ലോ, അതാണ് സത്യം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ അപ്പൂപ്പൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ വെച്ച് തരാം, ഇത് പൊങ്ങൂല, എടുത്താൽ പൊക്കാൻ പറ്റില്ല. എന്നിട്ട് ആ പാവം പിടിച്ച അപ്പൂപ്പൻ ഒരു ആങ്കിൾ, ഒരു 50 ആ റേഞ്ചിലുള്ള ഒരാൾ കേട്ടോ. എന്നിട്ട് ആ അങ്കിളാണെങ്കിൽ എല്ലാം എടുത്ത് ആ ലഗേജ് വയ്ക്കുന്ന സ്ഥലത്ത് വെച്ച് സഹായിച്ചു തന്നു. എന്നിട്ട് അങ്ങേര് എവിടെയാണ് പോകണതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാൻ മലയാളിയാണെന്ന്.
അപ്പം അയാൾ അവിടെ ഇരുന്ന് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അയ്യോ മലയാളി ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെ, ഭയങ്കര സഹതാപം. പിന്നെ എല്ലാവരും എന്നിങ്ങനെ അന്യജീവിയെ കണ്ണ പോലെ ഇങ്ങനെ നോക്കി എല്ലാവരും ഇങ്ങനെ ചിരിക്കും. എന്നിട്ട് ഭയങ്കര കട്ടിയുള്ള തമിഴാണ്. നോർമൽ തമിഴാണെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാവുമല്ലോ, കേൾക്കുമ്പോൾ എനിക്ക് നോർമൽ തമിഴ് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഭയങ്കര കട്ടിയുള്ള എന്തൊക്കെയോ തമിഴുള്ള കേട്ടോ. അപ്പോൾ ഞാൻ അറിഞ്ഞൂടാ എന്നൊക്കെ, അപ്പോൾ അവർക്ക് ഭയങ്കര സഹതാപമായിരുന്നു. അങ്ങനെ ട്രെയിൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ താഴെ ഫുള്ള് തറയിൽ നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഫുൾ ആൾക്കാർ ഇരിപ്പ് തുടങ്ങി. അങ്ങനെ ട്രെയിൻ എടുത്തിട്ട് എനിക്ക് വിശപ്പെന്നുള്ള വികാരമൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് ട്രെയിൻ ഇങ്ങനെ തുടങ്ങി. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും എൻ്റെ അടുത്തിരിക്കുന്ന ചേച്ചി ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ അടുത്തിരുന്ന് ഈ അപ്പൂപ്പൻ, അങ്കിൾ അപ്പൂപ്പൻ പറഞ്ഞ് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓറഞ്ച് ഉണ്ട് അത് മതി. അപ്പോൾ പറഞ്ഞ് ഇത്രയും സമയം 14 മണിക്കൂർ അത്ര എന്തോ മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് രാത്രി 12 മണിക്കേ ഞാൻ എത്തുള്ളൂ, 9:30 രാവിലെ കയറിയ ട്രെയിൻ. അങ്ങനെ ഫുഡൊന്നും കഴിക്കാതെ ആയിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞ് അടുത്ത സ്റ്റോപ്പിലെത്തുമ്പോൾ ഫുഡ് വാങ്ങാം എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് ഇഷ്ടമല്ല ഇവിടുത്തെ, പിന്നെ എനിക്ക് ഫുഡ് വേണ്ട, കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞില്ല, കഴിച്ചേ പറ്റുള്ളൂ. എന്നിട്ട് അവിടെ ഇരിക്കുന്ന തമിഴന്മാരെല്ലാവരും പറഞ്ഞില്ല, ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ അവർ ഓൾറെഡി സംസാരിക്കണ കുറച്ച് റഫാണോ എനിക്കങ്ങനെയാണ് തോന്നണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ഓക്കെ, ഞാൻ പേടിച്ചിട്ട് പറഞ്ഞ് അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ വാങ്ങാം. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞ് അവർ ഹോം മെയ്ഡ് കുറേ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട്, ചപ്പാത്തി കഴിക്കുമോ, കുറേ ബാക്കി വന്നു എന്നൊക്കെ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് അവർ പ്ലേറ്റൊക്കെ ഇട്ടാണ് വന്നേക്കണം കേട്ടോ, മറ്റേ ഡിസ്പോസിബിൾ. എന്നിട്ട് പ്ലേറ്റിലെടുത്തിട്ട് പ്ലേറ്റും ചപ്പാത്തി. എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ഇത് കേട്ടപ്പോൾ എനിക്കൊരു വിശപ്പ് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വിചാരിച്ച് നോർമൽ നമ്മുടെ ചപ്പാത്തിയൊക്കെ ആയിരിക്കും ഇത്, തമിഴ്നാട്ടിലെ ചപ്പാത്തി എല്ലായിടത്തും ഒന്നാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കിയപ്പോൾ പച്ച കളർ ചപ്പാത്തിയിൽ കുറേ ഈ കറിയിൽ മറ്റേ കുറേ ഇലകൾ വെച്ചിട്ടുള്ള ചപ്പാത്തിയെ. എന്നിട്ട് ഞാനിങ്ങനെ കണ്ടപ്പോൾ തന്നെ പേടിച്ചു. അവരാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ കുറേ 3 എണ്ണമൊക്കെ എടുത്ത് വയ്ക്കണം. ഞാൻ പറഞ്ഞു അയ്യോ വലിയ ചപ്പാത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 3 എണ്ണമൊന്നും വേണ്ട, അപ്പോൾ ഞാൻ 2 എണ്ണമെങ്കിലും കഴിക്കണമെന്നൊക്കെ. അപ്പോൾ എന്നിട്ട് സോസായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സംഭവം ഞാൻ വിശന്നിട്ട് ഒരെണ്ണമൊക്കെ അങ്ങ് കഴിച്ച്. കുറേ ഇലകളായിരുന്നു കേട്ടോ അതിനകത്ത്. എന്നിട്ട് പിന്നെ എനിക്ക് മതിയായി, പിന്നെ തിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഞാൻ ഫുള്ളും കഴിച്ച് പ്ലേറ്റ് കളയാനോ കൈ കഴുകാനോ അറ്റ്ലീസ്റ്റ് വാഷ്റൂമിൽ പോകാനോ ഒന്നിനും പറ്റില്ല. എണീറ്റ് കഴിഞ്ഞാൽ സീറ്റ് പോയെന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ പേപ്പറൊക്കെ വെച്ച് തുടച്ച് അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ എനിക്ക് കുറച്ച് നേരത്തേക്കൊന്നും ഓർമ്മയില്ല, ഭയങ്കര ഉറക്കമായിരുന്നു, ഇരുന്നങ്ങ് ഉറങ്ങി. എന്നിട്ട് ഞാൻ കണ്ണുറക്കുമ്പം കാണണമെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്നെ ഭയങ്കര നമ്മളിങ്ങനെ കെയർ ചെയ്യില്ലേ, അതേപോലെ കുറേ അപ്പൂപ്പന്മാരൊക്കെ ആയിരുന്നു കേട്ടോ. അവരൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കണ്, അങ്ങനെയൊക്കെ ഭയങ്കര സഹതാപം പോലെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ തലയാട്ടി, ഒന്നും പറയില്ല, തലയാട്ടി. എന്നിട്ട് പിന്നെ ഞാൻ ഉണരുമ്പോൾ ഇതാണ് കാണുന്നത്, പിന്നെ ഉറങ്ങും. അങ്ങനെ എപ്പോഴോ ഞാൻ ഇങ്ങനെ എണീറ്റപ്പോഴേക്കും ഇവർ ഇങ്ങനെ അടുത്ത് ഫുഡ് കഴിക്കാൻ സമയം ഉച്ചയായി. അപ്പോൾ ചോദിച്ച് വട തൈര് സാധു അങ്ങനെ എന്തോ ഇപ്പോൾ വരും, അത് വാങ്ങുമെന്ന് പറഞ്ഞു. എനിക്ക് ആ സംഭവം സത്യം പറഞ്ഞ് ഇഷ്ടമല്ല. ഞാൻ ചെന്നൈ പോയപ്പോൾ കഴിച്ചതാണ്, അപ്പോൾ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി കണ്ണ് തുറന്ന് ഇവർ ഫുഡ് കഴിക്കാൻ പറയും. അപ്പോൾ എപ്പോഴും ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഉറക്കം വന്നില്ലെങ്കിലും കണ്ണടച്ചിങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും എൻ്റെ അടുത്തിരിക്കണ ചേച്ചി പോവാറായി, പോണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഫുഡിന് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് പാവം. എന്നിട്ട് അവർ പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞ് വിൻഡോ സീറ്റ് ഇരുന്നോ, അപ്പം ഉറങ്ങാമല്ലോ, ഞാൻ എപ്പോഴും ഉറക്കമാണെന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര ചിരി, തമാശയാണ് അവർ പറഞ്ഞതെന്ന് തോന്നുന്നു കേട്ടോ. അവർ ഭയങ്കരമായിട്ട് ചിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ ചെന്ന് വിൻഡോ സീറ്റ് ഇരുന്ന് പിന്നെ ഇങ്ങനെ ഉറങ്ങി കണ്ണുറക്കുമ്പോൾ ഇവരെൻ്റെ അടുത്തേക്ക് ഫുഡ് വാങ്ങണില്ലേ എന്ന്. അങ്ങനെ ഞാൻ കുറേ നേരം അഭിനയിച്ചിരുന്ന് ഉറങ്ങി. അങ്ങനെ ഏതോ ഒരു സ്റ്റോപ്പിലെത്തിയപ്പോഴേക്കും സമോസ വന്നു. എനിക്ക് സമോസ പണ്ട് എൻ്റെ ജീവനായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത് സമോസയാണ്. ഇവിടുത്തെ നമ്മുടെ ഹോസ്റ്റലിലെ സമോസ കഴിച്ച് സമോസ എനിക്കിഷ്ടമല്ല. ഇപ്പം നല്ല സമോസ കിട്ടിയാലും എനിക്കിഷ്ടമല്ല. അങ്ങനത്തെ സമോസ വന്നപ്പം എനിക്കിഷ്ടമല്ല. എന്നിട്ട് അവിടെ ഇരിക്കുന്ന അമ്മൂമ്മമാർ ഒക്കെ സമോസ വാങ്ങി. അപ്പോൾ 10 രൂപയ്ക്ക് 4 സമോസ അങ്ങനെ എന്തൊക്കെയോ കിട്ടും കേട്ടോ. അങ്ങനെ അവർ സമോസ വാങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് സമോസ വാങ്ങാൻ. ഞാൻ പറഞ്ഞ് വേണ്ടാന്ന്. എന്നിട്ട് അവർ കുറേ നിർബന്ധിച്ചു. എന്നിട്ട് ഞാൻ വാങ്ങിയില്ല. അവസാനം അവരാണെങ്കിലേ അവർ കയ്യിൽ സമോസ ഇരിക്കണില്ലേ, മര്യാദയ്ക്ക് തിന്നോന്നൊക്കെ പറഞ്ഞ് മറ്റേ ചൂടാവണമെന്നാണോ സ്നേഹത്തോടെ പറയണതാണോ എന്തോ.
എന്നിട്ട് അവർ പറഞ്ഞ് മര്യാദയ്ക്ക് തിന്നോ, ഫുഡും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ്, ഇത്രയും ട്രാവൽ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അത് തീറ്റിപ്പിച്ച്. എന്നിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് പേടിച്ചേട്ടാ, അവർ ചൂടാവണമായിരിക്കില്ല, സ്നേഹത്തോടെ. എന്നിട്ട് അടുത്ത് മുറുക്ക് വന്നപ്പോൾ എനിക്ക് വേണ്ട. എന്നിട്ട് ഞാൻ പേടിച്ചിട്ട് ഒരു മുറുക്ക് എന്നൊക്കെ പറഞ്ഞു. മുറുക്ക് വെച്ച് അടിപൊളിയായിരുന്നു കേട്ടാ, നല്ല മുറുക്ക്. അങ്ങനെ കുറേ നേരം മുറുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ വരും, അവരെന്നെ നിർബന്ധിക്കും, എനിക്ക് വേണ്ട, എന്നിട്ട് അവരെനിക്ക് വാങ്ങിത്തരും. ഇതായിരുന്നു അവസ്ഥ. വാങ്ങി തരണമല്ല, അവർ വാങ്ങും, എന്നിട്ട് എന്നെ കൊണ്ട് ഇതൊരെണ്ണം കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ, അല്ലെങ്കിൽ വിശക്കും. ഭയങ്കര പാവങ്ങൾ കേട്ടോ, ഭയങ്കര കെയറിങ്, നല്ല മനുഷ്യന്മാർ. കുറേ അമ്മയും അപ്പൂപ്പന്മാരും അങ്ങനെ. എന്നിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉറങ്ങിയപ്പോഴേക്കും എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു അമ്മൂമ്മ, ഭയങ്കര വയസ്സുണ്ടായിരിക്കും, ഇങ്ങനെ കാലിട്ട് തട്ടി. എൻ്റെ കാല് മറ്റേ വേദനയാണല്ലോ, ഷോക്ക് അടിക്കണ പോലത്തെ ഒരു വേദനയാണ് കേട്ടോ, ഒരു തരിപ്പ് അങ്ങനത്തെ വേദന. അങ്ങനെ കാലിട്ട് തട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടി. അപ്പോഴാണ് എൻ്റെ കാലിൽ അത്യാവശ്യം നീരും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവരെൻ്റെ കാലിൽ നീര് കണ്ടത്, ഈ അമ്മൂമ്മ. എന്നിട്ട് ആ പാവം പിടിച്ച അമ്മയാണെങ്കിൽ എൻ്റെ കാലെടുത്ത്, മീൻസ് അവിടെ വെക്കാൻ സ്ഥലമൊന്നുമില്ല, എന്നിട്ട് അവരെ മടിയിലോട്ട് എൻ്റെ കാല് വെച്ചിട്ട് പാവം ഇങ്ങനെ തടവി തറന്ന്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര എന്ത് മനുഷ്യന്മാരാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ട, കുഴപ്പമില്ല. അപ്പോൾ അവർ പിന്നെയും റഫായിരിക്കില്ല, അവർ സംസാരിക്കുന്ന സ്ലാങ് എനിക്ക് പേടിയാവും കേട്ടോ. എന്നിട്ട് അവർ പറഞ്ഞ് ഇങ്ങ് കാൽ ഇത്രയും നീര് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് ചോദിച്ച് വലിക്കണം, വാൻ എടുക്കണം എന്നാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ പാവം ഇങ്ങനെ തടവി തറന്ന്. എന്നിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് ഉറങ്ങിക്കോ എന്നൊക്കെ. എന്നിട്ട് പാവം. എന്നിട്ട് ഞാൻ എപ്പോൾ ഇങ്ങനെ നോക്കിയാലും അവരിങ്ങനെ കാലിങ്ങനെ തടവി തരും. അങ്ങനത്തെ ഒരു നല്ല മനുഷ്യൻ സ്ത്രീ. എന്നിട്ട് പിന്നെ എന്താണ്, കുറേ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും കേരള അവിടെ എത്തി. അങ്ങോട്ട് ഗുരുവായൂർ പറഞ്ഞ ട്രെയിനായിരുന്നു കേട്ടോ, ഗുരുവായൂർ എക്സ്പ്രസ്സാ അങ്ങനെ എന്തോ ഒരു ട്രെയിനായിരുന്നു, ശബരി എക്സ്പ്രസ്സാ, എന്തോ ഒരു ട്രെയിനിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ സ്റ്റോപ്പ് എത്തിയപ്പോഴേക്കും എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇതിനിടയ്ക്ക് ഇവർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കേട്ടോ, നമുക്ക് ഭാഷയൊന്നും എനിക്ക് മനസ്സിലാവില്ല, എന്നാലും എന്തൊക്കെയോ പറഞ്ഞ് അവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്ത് 15 ദിവസത്തെ ട്രിപ്പ് പോയതാണ് എന്നൊക്കെ. അപ്പം അവർ അങ്ങനെ ഒറ്റയ്ക്കേ ഉള്ളൂ, ഫോട്ടോസൊക്കെ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച്. പാവം കുറേ അമ്മൂമ്മമാർ. എന്നിട്ട് പറഞ്ഞാൽ അവരുടെ പ്രായത്തിൽ അവർക്ക് ഇതൊന്നും പോകാൻ പറ്റിയില്ല, ഞാൻ പൊയ്ക്കോ, നന്നായിട്ട് എൻജോയ് ചെയ്യ് എന്നൊക്കെ. അപ്പം ഞാൻ എന്നൊക്കെ. എന്നിട്ട് ഓരോ ഫോട്ടോ കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത്ഭുതപ്പെടുന്നു. മഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ഞിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോഴേ പാവം, നല്ല എന്താണ് പറയണത്, ഭയങ്കര പാവം, നല്ല ക്യൂട്ട് അപ്പൂപ്പനമ്മൂമ്മ. എന്നിട്ട് അവരൊക്കെ ഇറങ്ങി, ഓരോ സ്റ്റോപ്പ് എത്തിയപ്പോഴേക്കും ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും മലയാളികൾ കയറി തുടങ്ങിയെന്ന് തോന്നണം. എന്നിട്ട് ഗുരുവായൂർ ലാസ്റ്റ് സ്റ്റോപ്പ് അവിടെ പോണ ഒരു അങ്കിള് വന്നു. അപ്പോഴേക്കും ഒരു അപ്പൂപ്പൻ പറഞ്ഞ് ഇത് ട്രിവാൻഡ്രത്ത് ഇറങ്ങണ കൊച്ചാണ്, രാത്രി 12 മണിയാവും, നോക്കിക്കോണേ എന്നൊക്കെ പറഞ്ഞിട്ട്. പാവം, അവർക്ക് സങ്കടം ഉണ്ടെന്നോണ്ട് ഇറങ്ങിപ്പോണേൽ. എന്നിട്ട് പാവം തിരിഞ്ഞ് നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. എല്ലാവരും പോയി. അങ്ങനെ എത്തിയപ്പോഴേക്കും നമ്മുടെ ട്രിവാൻഡ്രമല്ല, മലയാളികൾ കയറി തുടങ്ങി. ഫോണൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും മലയാളികളാണ് എല്ലാവരും സംസാരിക്കണം. അപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ ആശ്വാസം വന്നു. എന്നിട്ട് ഞാനിങ്ങനെ ഇരുന്ന് എപ്പോഴോ, പിന്നെ കഥ എൻഡിങ് ആണ് കേട്ടോ. പിന്നെ എന്താണ്, ഞാൻ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. കിടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെയോ ഉറങ്ങിപ്പോയി. ഇത്ര ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ എങ്ങനെയോ ഉറങ്ങി. നമ്മുടെ ട്രിവാൻഡ്രം എത്താറായി. അങ്ങനെ ഞാൻ ലഗേജും കാര്യങ്ങളൊക്കെ ആരൊക്കെയോ എടുത്തു തന്ന് സഹായിച്ച് അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിങ്ങനെ നിന്നപ്പോഴേക്കും ഒരു പെരും വഴക്ക്. ഏതോ ഒരു ഫാമിലി ആയിട്ട് വന്ന ആൾ, തമിഴ്നാട്ടിലെ ആൾക്കാരാണ് കേട്ടോ. ഒരു വൈഫിനെ ഹസ്ബൻഡ് ട്രെയിനിലിരുന്ന് ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് തല്ലി. എന്നിട്ട് അവിടെ കുറേ ആൾക്കാർ വന്ന് അയാളെ അടുത്തിട്ട് അടിച്ച് ശരിയാക്കി. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് ഇങ്ങനൊരു സീൻ. അങ്ങനെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവസാനം ട്രിവാൻഡ്രം എത്തി. എന്നിട്ട് ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ട്രെയിനിൽ നിന്ന് ഇറക്കാൻ പറ്റിയില്ല സാധനങ്ങൾ. അവസാനം അവിടെ നിന്ന് കുറേ ചേട്ടന്മാരൊക്കെ ഹെൽപ്പ് ചെയ്ത് സാധനങ്ങളൊക്കെ ഇറക്കി. അങ്ങനെ ഇത്രയും ട്രിവാൻഡ്രത്തെ ഇപ്പം എനിക്ക് മറ്റേ സ്വർഗം കിട്ടിയ ഫീലായിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെയും ഒന്ന് അമ്മേനെ കണ്ടാൽ മതി. എന്നിട്ട് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ അതാ ഫ്രണ്ടിൽ നിൽക്കൊണ്ട് വന്നോന്ന്. അങ്ങനെ വന്നപ്പോഴേക്കും അമ്മേനെ കണ്ട് ഷാരു അനിയനുണ്ടായിരുന്നു, സമാധാനം. എന്നിട്ട് പിന്നെ ഈ സംഭവങ്ങളൊക്കെ പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ എല്ലാം ലഗേജൊക്കെ അവരെ കയ്യിൽ കൊടുത്ത്, പിന്നെ അവർ ലഗേജൊക്കെ കയറ്റി ഞാൻ കാറിൻ്റെ ബാക്ക് സൈഡിൽ കയറി കിടന്ന് നന്നായിട്ട് ഉറങ്ങിയില്ല. ആ എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അങ്ങനെ ഒരുമാതിരി ശവം കിടക്കണ പോലെയായി. പിന്നെ വീടെത്തി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് ഒരു ഇത്രയേ ഉള്ളൂ കേട്ടോ കഥ.
ഇതിന് മുമ്പ് ചെന്നൈയിൽ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നൈ വെറുത്ത് പോയി. മീൻസ് അവിടുത്തെ ഇതൊന്നും എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു. ചെന്നൈ ആൾക്കാരായാലും എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്കൊന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഓവറോൾ ചെന്നൈ എനിക്കൊരുമാതിരി ഒരു ട്രോമ ഇനി പോവില്ല എന്ന് വിചാരിച്ച ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം നടന്നതിന് ശേഷം എനിക്ക് അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ഭയങ്കര, എല്ലാ ആൾക്കാരും ചിലപ്പോൾ നല്ലതായിരിക്കില്ല, പക്ഷേ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെന്നൈ പിന്നെയും എനിക്കിഷ്ടപ്പെട്ടു. നല്ല ആൾക്കാർ, ദൈവത്തിനെ പോലെ നമ്മളെ മീൻസ് എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ സോളോ ആയിട്ടൊക്കെ പോകുമ്പം, സോളോ മീൻസ് ഒറ്റയ്ക്ക് നമ്മളെവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ നമ്മളെ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഇത് തോന്നുന്നുണ്ട്. ഫുഡ് തരുന്ന സഹായിക്കും, ട്രാവലിങ്ങിന് സഹായിക്കും, എല്ലാവരും സഹായിക്കുന്നില്ല, ഇങ്ങനത്തെ കുറച്ച് നല്ല ആൾക്കാരുകൾ. അങ്ങനെ ഞാൻ കുറേ നല്ല ആൾക്കാരെ മീറ്റ് ചെയ്ത്, കുറച്ചൊരു നമ്പറൊക്കെ തന്നിട്ട് പോയി, വീട്ടിൽ എത്തുമ്പോൾ വിളിക്കണം, മെസ്സേജ് അയക്കണം എന്നൊക്കെ. ഒരാൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു അപ്പൂപ്പന്. അപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ ആക്കി. അങ്ങനെ നല്ല കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടി, എനിക്കിഷ്ടപ്പെട്ട്. അങ്ങനെ ഞാൻ ഈ വർഷം എടുത്തൊരു 2025 ഞാൻ ഇങ്ങനെ വിചാരിച്ചൊരു കാര്യമാണ് ഇങ്ങനെ സോളോ ആയിട്ടൊക്കെ യാത്ര ചെയ്യണമെന്ന്. ശരിക്കും നമ്മൾ സോളോ ആയിട്ട് യാത്ര ചെയ്താൽ നല്ല കുറേ ആൾക്കാരെ കണ്ടുമുട്ടും. അതിനൊരു എക്സാമ്പിളാണ് ഈ ഒരു സ്റ്റോറി. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് സോളോ ആയിട്ട് യാത്ര ചെയ്യണമെന്ന്. വീട്ടുകാർ വിടാറില്ല, വീട്ടുകാർ വിടാറുമില്ല, പൈസയില്ല. അതാണ് എന്നെ ഇങ്ങനെ ബാക്കിലോട്ട് വലിക്കുന്ന 2 കാര്യങ്ങൾ. ഓക്കെ, ഞാൻ നോക്കും, ഒരു 2 അല്ലെങ്കിൽ 3 സോളോ ട്രിപ്പെങ്കിലും ഈ വർഷം ഞാൻ പോകണം എന്നൊക്കെ ഞാൻ വിചാരിക്കണം. അപ്പം ചെന്നൈ പീപ്പിൾ പിന്നെയും എൻ്റെ ഒരു ഫേവറേറ്റ് ആൾക്കാരായി മാറിയിരിക്കുന്നു ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം. എനിക്കിഷ്ടപ്പെട്ട്. അങ്ങനെ ഒരു കുറച്ച് അഡ്വഞ്ചറസ്, ഞാൻ ഏറ്റവും പേടിച്ച ഒരു സോളോ ട്രിപ്പ് ആയിരുന്നു ഈ ഒരു സംഭവം. മീൻസ് അത്രയും ഞാൻ ഈ പറയുമ്പോൾ കുറച്ച് എഫക്റ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതല്ലായിരുന്നു, ഞാനന്ന് നന്നായിട്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു. ആൾക്കാരും ഫുഡ് യാത്ര എല്ലാം കുറച്ച് ഇതൊക്കെയായിരുന്നു. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സേഫായിട്ട് വീട്ടിലെത്തി. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കുട്ടി സ്റ്റോറി ട്രെയിൻ ജേർണി ഫ്രം ചെന്നൈ ടു ട്രിവാൻഡ്രം.